പി.വി. അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് തീയതി മാറ്റി. ജൂലൈ 24 നിശ്ചയിച്ചിരുന്ന റിലീസ് തീയതി 23 മാറ്റിയത്. ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഹരി, ഈ തീയതി മാറ്റിയത് എന്തുകൊണ്ടാണ്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അനുഷങ്ങളുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിജയ ആരാധകർ അങ്ങനെ കാത്തിരുന്ന ആ റിലീസ് തീയതി ജൂലൈ 23 ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 24 റിലീസ് ചെയ്യുമെന്നാണ് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രത്യേകിച്ച് ഹോങ്കോങ്ങിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒഫീഷ്യലി പറഞ്ഞത്. എന്നാൽ അതൊക്കെ തള്ളിക്കൊണ്ട് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് 24 അല്ല, അത് 23 ആണെന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിജയുടെ മകന്റെ ചിത്രം സിഗ്മ ജൂലൈ 31 റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രമായിരുന്നു. എന്നാൽ അത് ഓഗസ്റ്റിൽ നീക്കി വെക്കാനുള്ള കാരണം ജൂലൈ 23 ജനനായകൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണെന്നുള്ള റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നതാണ്. അതിന് പിന്നാലെ ഇന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും, അതും മാസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് ശേഷമാണ് 23 തീയതി. അതും കൃത്യം പറഞ്ഞാൽ ഒരാഴ്ച, അടുത്ത ആഴ്ച ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വളരെ ഷോർട്ട് നോട്ടീസിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു റിലീസ് ഡേറ്റ് വിജയ് ചിത്രങ്ങളിൽ തന്നെ ഒരു പക്ഷേ ഇളയ തളപതിയിൽ നിന്ന് തളപതിയൊക്കെയായി മാറി. അതും ഇത്തവണ സ്ക്രീനിൽ കാണുന്നത് തളപതി വിജയ് എന്നായിട്ടല്ല, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് സി ജോസഫ് വിജയുടെ ജനനായകൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ ടൈറ്റിൽ കാർഡ് കൂടിയാണ് ഈ ചിത്രത്തിന് മേൽ വെച്ചിരിക്കുന്നത് എന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ വിജയ് ആരാധകർ ഒരുപക്ഷെ ഓൺലൈനിൽ ഈ സിനിമ മുഴുവനായി കണ്ട 1 കോടിയിലധികം ആളുകളുണ്ട്. അത് ഞെട്ടിപ്പിക്കുന്ന ഷോക്കിംഗ് കണക്കാണ്. ആ കണക്കിൽ നിന്നൊക്കെ വിപരീതമായി വീണ്ടും തിയേറ്ററുകളിലേക്ക് ഒഫീഷ്യലി റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതും തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരുപക്ഷെ വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഉൾപ്പെടെ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തി. ആദ്യമായിട്ടിട്ട പോസ്റ്റും ജനനായകന്റെ A സർട്ടിഫിക്കറ്റ് കിട്ടിയ സാഹചര്യമാണ്. ഏകദേശം 183 മിനിറ്റ് ദൈർഘ്യമുണ്ട്. 3 മണിക്കൂർ 3 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. A സർട്ടിഫിക്കറ്റ് ആണ് സാഹചര്യം. അങ്ങനെ പല രീതിയിലും പല കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ 3 ഡയറക്ടേഴ്സ്, അറ്റ്ലി, ലോകേഷ്, നെൽസൺ ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പല താരങ്ങൾ ഉൾപ്പെടെ. അങ്ങനെ ജനുവരി 9 തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രം ഇതാ 7 മാസങ്ങൾ കഴിഞ്ഞ് ജൂലൈ 23 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പല സാഹചര്യങ്ങളിൽ കണ്ടതാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് പോയതും സുപ്രീം കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് CBFC-യുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിന് പിന്നാലെ വിജയ് മുഖ്യമന്ത്രിയായതും അത് കഴിഞ്ഞിതാ 2 മാസം കഴിഞ്ഞ് വിജയ് ചിത്രം ജനനായകൻ തിയേറ്ററുകളിലേക്ക് വരുന്നു. അവസാനത്തെ വിജയ് ചിത്രം, ഇനിയൊരു വിജയ് ചിത്രം ഉണ്ടാകില്ല എന്ന് വിജയ് തന്നെ പറയുന്ന സാഹചര്യത്തിൽ വൺ ലാസ്റ്റ് ഡാൻസ് എന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ അണിയർ പ്രവർത്തകർ ഈ ചിത്രം ഒരു തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. അവസാനത്തെ വിജയ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ജൂലൈ 23 വിജയ് ആരാധകർ സന്തോഷത്തോടുകൂടിയും സങ്കടത്തോടു കൂടിയും അവസാനമായി തങ്ങളുടെ ഇഷ്ടനായകനെ തിയേറ്ററുകളിലേക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തുന്ന ഒരു ദിനമായി മാറുന്നു. അങ്ങനെ ജനനായകന്റെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി ജൂലൈ 23 മാറുവാൻ. ശരി, ഹരികൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.